ജർമ്മനിയിൽ ചരിത്രം സൃഷ്ടിച്ച വൈദികൻ യാത്രയായി. ഒരു വൈദികൻ ഒരേ ഇടവകയിൽ 25 വർഷം ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ മാത്യു പഴയവീട്ടിലച്ചൻ 25 വർഷമായി ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെ വിശുദ്ധ ഉൾറിച്ചിന്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്ത് വരികയായിരുന്നു. 25 വർഷമായി അച്ഛൻ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ ഇടവക ജനം ഒരുക്കങ്ങൾ നടത്തിവരവെയായിരുന്നു അച്ഛൻ്റെ പൊടുന്നനെയുള്ള വേർപാട്. ഭാഷയുടെയും നിറത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ വ്യത്യാസങ്ങളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി എന്നതിന് തെളിവാണ് 25 വർഷം ഒരു ഇന്ത്യക്കാരൻ വൈദികൻ ജർമ്മനിയിലെ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു എന്നത്. 25 വർഷമായി അച്ഛൻ്റെ ഹൃദയത്തിൽ ഇടവകയും ഇടവക ജനത്തിൻ്റെ ഹൃദയത്തിൽ അച്ഛനും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. പക്ഷേ ഈ 25 വർഷവും അച്ഛൻ അവിടെ വികാരി ആയിരുന്നില്ല. തന്നെ ചെറുതാക്കിക്കൊണ്ട് പ്രായം 59 പിന്നിട്ടപ്പോഴും വികാരി സ്ഥാനം വേണ്ടെന്ന് വെച്ച് ആ ഇടവകയിലെ അസിസ്റ്റന്റ് വികാരിയായി തുടർന്നു എന്നത് ജർമ്മൻ ജനത്തിന് മാത്യു അച്ഛൻ ഒരു നല്ല ഇടയനായിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. മാത്യു പഴയവീട്ടിലച്ചൻ MCBS സഭാംഗമാണ്. ജർമ്മനിയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തു വരവെ ഇടവക ദേവാലയത്തിലെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം മൂലം ആകസ്മികമായി അച്ഛൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞതാണ്. അച്ഛൻ്റെ സഹോദരൻ ഫാദർ ജോസ് പഴയവീട്ടിൽ വിൻസെൻഷ്യൻ സഭയിലെ അംഗമാണ്. വിൻസെൻഷ്യൻ സഭയിലെ മേരി മാതാ പ്രൊവിൻസിലെ മൈനർ സെമിനാരി റക്ടറായി അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിൽ നിദ്ര പ്രാപിച്ച മാത്യു അച്ഛൻ താമരശ്ശേരി രൂപതയിലെ കൂരാച്ചുണ്ട് ഇടവകാംഗമാണ്. മാത്യു അച്ഛൻ 1965 ഡിസംബർ 31 ജനിക്കുന്നത്. പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം 1982 കോട്ടയത്തെ MCBS മൈനർ സെമിനാരിയിൽ ചേർന്നു. മൈനർ സെമിനാരി പഠനങ്ങൾക്കും നോഷിറ്റിനും ശേഷം 1985 ജൂൺ 7 ആദ്യ വ്രതം സ്വീകരിച്ചു. പിന്നീട് ഫിലോസഫി പഠനങ്ങൾക്കും തിയോളജി പഠനങ്ങൾക്കും ശേഷം 1992 ഡിസംബർ 28 പൗരോഹിത്യം സ്വീകരിച്ചു. ആദ്യ നാളുകളിൽ വചനപ്രഘോഷണ ശുശ്രൂഷയിലായിരുന്നു അച്ഛൻ ശ്രദ്ധയൂന്നിയത്. പിന്നീട് കർണാടകയിലെ ഷിമോഗ മിഷനിലും പിന്നീട് പരിയാരത്തെ MCBS മൈനർ സെമിനാരിയിൽ പ്രൊക്രേറ്ററായും ശുശ്രൂഷ ചെയ്ത ശേഷം 2000 ജർമ്മനിയിൽ അജപാലന ശുശ്രൂഷയ്ക്കായി യാത്ര തിരിച്ചു. 2025 ഫെബ്രുവരി 21 സെന്റ് ഉൾറിച്ച് ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കെയാണ് അച്ഛൻ ഹൃദയാഘാതം മൂലം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞത്. മാത്യു അച്ഛനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് അച്ഛൻ ശാന്തനും സന്തോഷപ്രകൃതിക്കാരനും വ്യക്തിബന്ധങ്ങളിൽ സ്നേഹം കാത്തുസൂക്ഷിക്കുന്നവനും പുഞ്ചിരി കൊണ്ടും തമാശ കൊണ്ടുമൊക്കെ ഹൃദയങ്ങൾ കീഴടക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്നാണ്. മാത്യു പഴയവീട്ടിലച്ചൻ അച്ഛൻ ജനിച്ച പഴയ വീട്ടിൽ നിന്നും നവീനവും സനാതനവുമായ പുതിയ വീടായ സ്വർഗത്തിലേക്ക് കടന്നുപോയി എന്നതാണ് സത്യം. അച്ഛൻ അർപ്പിച്ച ബലികളോടും പരികർമ്മം ചെയ്ത കൂദാശകളോടുമൊപ്പം നമുക്കും നമ്മുടെ പ്രാർത്ഥനകൾ ചേർക്കാം. മാത്യു പഴയവീട്ടിലച്ചൻ്റെ ഭൗതിക ശരീരം മാർച്ച് 1 ശനിയാഴ്ച രാവിലെ 10:20 കൊച്ചി എയർപോർട്ടിൽ എത്തിക്കുന്നതും തുടർന്ന് ഞായറാഴ്ച 10:30 MCBS സയൻ പ്രൊവിൻസിന്റെ മൈനർ സെമിനാരിയിൽ അച്ഛൻ്റെ ചരമ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതുമാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.